ആസിഫ് അലി വിളിച്ചിരുന്നോ സാർ? ആസിഫ് അലി ഞാൻ ട്രൈ ചെയ്തിരുന്നു, ആസിഫ് അലി കിട്ടിയില്ല. ഞാൻ വിളിച്ചിരുന്നു, എടുത്തില്ല. ഒരു മരനാറി വിളിച്ചാലും ഫോൺ എടുക്കരുതെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. ആസിഫ് അലി ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അല്ല, എനിക്ക് വിഷമമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ വിഷമമുണ്ട്. അഭിപ്രായം ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മൊമെന്റോ വാങ്ങിച്ചു പോയാൽ മതി. അപ്പോഴാണ് ഞാൻ മൊമെന്റോ അങ്ങ് നേരിട്ട ഒരു അസ്വസ്ഥതയ്ക്ക്, ഒരു അതൃപ്തിക്ക് ആസിഫ് അലി എന്ത് പിടിച്ചു സാർ? ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. എടോ, തനിക്ക് നാണമില്ലേടോ? ഇല്ല. അത് തന്നെ. ഒന്നുകൂടെ പറയാം, ആ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും വരാം. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട്. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം. പേര് മാറ്റി വിളിക്കുന്നു, എന്റെ പേര് വേറൊരു പേരിൽ എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് കരുതും? കുറ്റമല്ലോ ആസിഫ് അലി ആ വേദിയിലേക്ക് പ്രതീക്ഷയോടെ വരുന്നു, ഒരു ചിരിയോടെ അങ്ങേക്ക് ഉപഹാരം തരാനുള്ള വലിയ ബഹുമാനത്തോടെ അങ്ങേക്ക് വരുന്നു. അങ്ങ് ആസിഫ് അലിയെ മൈൻഡ് ചെയ്യുന്നേയില്ല. വേഷം കിട്ടിയാലും അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. എടാ കൊച്ചുതരടാ മോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെയിട്ട് വെള്ളം കുടിപ്പിക്കുക. നിന്റെ ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. അങ്ങ് ആസിഫ് അലിക്ക് ഒരു ഷേക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് നടിക്കുന്നതേ ഇല്ല, അങ്ങ് അറിയുന്നതേ ഇല്ല. അങ്ങ് സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ?